ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ കാണുന്ന വചനമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഒരു സൗഖ്യദായക ശുശ്രൂഷ നമുക്കവിടെ കാണാം. പത്രോസും യോഹന്നാനും കൂടി സുന്ദരം എന്ന ദേവാലയത്തിൽ ഗോപുരത്തിങ്കൽ വരുമ്പോൾ അവിടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ നമുക്കവിടെ കാണാം. അദ്ദേഹത്തിന് ഏകദേശം 40-ൽ അധികം പ്രായമുണ്ടായിരുന്നു. ഒത്തിരി പേര് ശ്രദ്ധിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഇവരോട് ഈ മനുഷ്യൻ ചോദിക്കുകയും സൗഖ്യം ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഉറ്റുനോക്കുന്നതായി കാണാം. എന്നാൽ വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് ഇവിടെ പത്രോസ് ആ മനുഷ്യനോട് പറയുകയാണ്. എന്നാൽ ഈ സംഭവം അറിഞ്ഞിട്ട് മൂപ്പന്മാരും പരീശന്മാരും ഒക്കെ വളരെയധികം വിഷമത്തിലാവുകയും ഇവരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ പത്രോസിനെയും യോഹന്നാനെയും പിടിച്ചുകൊണ്ടുപോയി ഒരു സ്ഥലത്താക്കി വിസ്തരിക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച് ധൈര്യത്തോടുകൂടി പത്രോസ് അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. പത്രോസ് അവിടെ പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ കൃത്യമായിട്ടും ഈ മനുഷ്യന് സൗഖ്യം ലഭിച്ചതും വിശ്വസിക്കണം എന്ന് പത്രോസ് അവിടെ ധൈര്യത്തോടുകൂടി ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു മനുഷ്യനും രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ സാധാരണക്കാരനായ മനുഷ്യൻ, ക്രൂശീകരണ സമയത്ത് വളരെയധികം പേടിച്ചിരുന്ന മനുഷ്യൻ. എന്നാൽ എവിടെ നിന്നാണ് ഈ സാധാരണക്കാരനായ സാമാന്യനായ ഈ മനുഷ്യന് വളരെയധികം വലിയൊരു ധൈര്യം ലഭ്യമായത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ പെന്തക്കോസ്ത് നാളിൽ കുറച്ചു പേര് കൂടിയിരുന്ന് ദൈവത്തെ അതിശക്തമായി ആരാധിക്കുന്ന സമയത്ത് അവരുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇതിലൂടെ പരിശുദ്ധാത്മാവ് ലഭ്യമായതിലൂടെ അവരവിടെ ധൈര്യം സമ്പാദിച്ചതായിട്ട് നമുക്ക് കാണാം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 29-30 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവർ എല്ലാവരും കൂടിയിരുന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതായി കാണാം. അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല, വചനം സംസാരിക്കുന്നതിന്, സൗഖ്യദായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് നമുക്ക് കാണാം. നമുക്കും പരിശുദ്ധാത്മാവ് ലഭ്യമാകുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം? നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ പർപ്പസ് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നാം ചെയ്യുന്ന ജോലി, ഏത് ജോലി ആയിക്കോട്ടെ, അത് വളരെ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകും. മാത്രമല്ല, ബൈബിൾ നാം വായിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവം സഹായിക്കും. മാത്രമല്ല, വചനം മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഉദാഹരണം, നാം ലുദിയയുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ലുദിയയുടെ ജീവിതം നാം പഠിക്കുമ്പോൾ അവളുടെ ഹൃദയത്തെ ദൈവം തുറന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം വചനത്തിൻ്റെ ആഴങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, നമുക്ക് ദർശനങ്ങൾ കാണാൻ സാധിക്കുന്നു. ബൈബിളിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ അംശവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം വലിയ അളവിൽ തന്നെ ഓരോ വ്യക്തികൾക്കും പരിശുദ്ധാത്മാവിനെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. അപ്രകാരം പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും വലിയ അളവിൽ തന്നെ ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.